ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ 6 മാസം ഏകദേശം 179% മുന്നേറിയ ഒരു സ്റ്റോക്കാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കൊച്ചിൻ ഷിപ്പ് യാർഡും അതുപോലെ മസഗാവൺ ഡോക്ക് പോലെയുള്ള ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഷിപ്പിംഗ് കമ്പനികൾ വൻ റാലി നടന്നപ്പോൾ ഈ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഇന്ത്യ പോലെയുള്ള, അതായത് ചരക്കും പാസഞ്ചർ അത്തരം മേഖലയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഈ ഷിപ്പിംഗ് കമ്പനികളിൽ വലിയ മുന്നേറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നടക്കുന്ന റാലി, അതിന് ചില കാരണങ്ങളുണ്ടാവാം. അതുപോലെ ഈ റാലി എത്രത്തോളം നിലനിൽക്കും, ഇതിൻ്റെ ഭാവി എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബോംബെ ആസ്ഥാനമായ 1961 രൂപം കണ്ട ഒരു ഷിപ്പിംഗ് കമ്പനിയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലുള്ള ഈ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ആഭ്യന്തരമായിട്ടുള്ള ഷിപ്പിംഗ് സർവീസ് കൂടാതെ അന്താരാഷ്ട്ര തലത്തിലുമുള്ള ഈ ചരക്ക് നീക്കങ്ങളും അതുപോലെ പാസഞ്ചർ സർവീസുകളും ഒക്കെയാണ് ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ബിസിനസ്. 19 ഷിപ്പുകളുമായി ആരംഭിച്ച ഈ കമ്പനി 2008 വരെ ഒരു മിനി രത്ന കമ്പനിയായിരുന്നു. അപ്പോൾ 2008 ശേഷം ഇന്ത്യ ഗവൺമെൻറ് അതിന് നവരത്ന സ്റ്റാറ്റസ് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഈ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ഷിപ്പിംഗ് കമ്പനിയായിട്ടാണ് പിന്നീട് നമുക്ക് ഈ പറയുന്ന ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ബിസിനസ് ഇപ്പോൾ കാറ്റഗറൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ ബിസിനസ്സിന് നമ്മൾ ടാങ്കർ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് നോക്കുകയാണെങ്കിൽ പല വലുപ്പത്തിലുള്ള ടാങ്കേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ, അതുപോലെ മറ്റ് പെട്രോളിയം പ്രൊഡക്റ്റുകൾ, ഗ്യാസ്, അതുപോലെ LNG തുടങ്ങിയ ഇതിൻ്റെയൊക്കെ സപ്ലൈ ഉറപ്പുവരുത്തുന്നത് ഈ പറയുന്ന ഈ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഈ ടാങ്കർ സർവീസ് വഴിയാണ്. അപ്പോൾ ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ടാങ്കേഴ്സ് ഓൺ ചെയ്യുന്ന കമ്പനിയാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കൂടാതെ മറ്റൊരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ ബൾക്ക് കാരിയർ ആയിട്ടുള്ള ചരക്ക് കപ്പലുകളിലൂടെ വ്യാവസായിക ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ, അതുപോലെ കൺസ്യൂമർ ഉപയോഗത്തിന് ആവശ്യമായിട്ടുള്ള ഫിനിഷ്ഡ് ഗുഡ്സ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, അങ്ങനെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന അത്തരം അതിൻ്റെ കംപ്ലീറ്റ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ തക്കവണ്ണം കൽപ്പുള്ള ഒരു ബൾക്ക് കാരിയർ സർവീസും ഇവർക്ക് ഉണ്ട്. കൂടാതെ അടുത്തത് കാർഗോ ആൻഡ് ലോജിസ്റ്റിക് സർവീസുമായി ബന്ധപ്പെട്ട വലിയൊരു കണ്ടെയ്നർ ഡിവിഷൻ ഇവർക്കുണ്ട്. ലാർജ് കാർഗോകളെ ബ്രേക്ക് ചെയ്ത് ചെറിയ കാർഗോകളേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ബ്രേക്ക് ബൾക്ക് ഓപ്പറേഷനും ഈ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചെയ്യുന്ന അവരുടെ പ്രധാന ബിസിനസ്സിലൊന്നാണത്. കൂടാതെ ഷിപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഓഫ് ഷോർ സർവീസുകൾ, അതിലൂടെയും ഇവർ നല്ല ഒരു റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇവരുടെ പാസഞ്ചർ ഷിപ്പ് ഡിവിഷൻ ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടി ആൻഡമാൻ പോലുള്ള ദ്വീപുകളിലേക്കും മറ്റ് ദ്വീപുകളിലേക്കൊക്കെ 27ഓളം സർവീസുകൾ ഇവർ നടത്തുന്നുണ്ട്. അതുകൂടാതെ ചാർട്ടർ ഷിപ്പിങ്ങും ഇവർ നടത്തുന്നുണ്ട്. കൂടാതെ മറ്റ് ഷിപ്പുകൾക്ക് ആവശ്യമായിട്ടുള്ള ഷിപ്പ് ടു ഷിപ്പ് സർവീസുകളും കൂടാതെ ഡ്രൈ ഡോക്ക് സർവീസുകളും ഈ കമ്പനി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ബിസിനസ് മോഡൽ എന്താണെന്നും അവരെങ്ങനെയാണ് റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ നമ്പറുകളൊന്ന് പരിശോധിച്ച് നോക്കാം. 12,350 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു മിഡ് ക്യാപ്പ് കമ്പനിയാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ ഇന്നത്തെ വില 279 രൂപയാണ്. അതായത് മൾട്ടി ഇയർ ബ്രേക്കൗട്ട് നടന്ന് അതിൻ്റെ ഓൾ ടൈം ഹൈയിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് കാണുക. ഈ 279 എന്ന് പറയുന്നത് അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡസ്ട്രി PE ആയിട്ടുള്ള 14 അടുത്ത് തന്നെയാണ് ഇതിൻ്റെ PE റേഷ്യോ ഉള്ളത്. അപ്പോൾ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മീഡിയൻ PE നോക്കുകയാണെങ്കിൽ അത് വെറും 5.6 മാത്രമാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കലി വളരെയധികം അണ്ടർ പെർഫോം ആയിട്ടുള്ള ലോ PEയിൽ ട്രേഡ് ചെയ്ത ഒരു സ്റ്റോക്കായിരുന്നു. അതാണ് ഇപ്പോൾ അതിൻ്റെ PE 14 വരെ ഉയർന്നിട്ടുള്ളത്. കൂടാതെ പ്രൈസ് ടു ബുക്ക് വാല്യൂ നന്നായി വർദ്ധിച്ചിട്ടുണ്ട്. മീഡിയൻ പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 0.5 മാത്രമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആ ബുക്ക് വാല്യൂ ഇപ്പോൾ 1.74 എന്ന രീതിയിൽ വർദ്ധിച്ചതായിട്ട് കാണാം. അപ്പോൾ ഏകദേശം 2 ഇരട്ടി 3 ഇരട്ടിയോളം വർധനമാണ് പ്രൈസ് ടു ബുക്ക് വാല്യൂവിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കലി വലിയ ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്യാത്ത ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ഇതിൻ്റെ ഏർണിങ്സ് പെർ ഷെയർ നന്നായിട്ട് വർദ്ധിച്ചതുകൊണ്ടും അത് മൂലം ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രൈസ് ഗ്രോത്തും എല്ലാം കൂടി ഈ PEയിലും അതുപോലെ പ്രൈസ് ടു ബുക്ക് വാല്യൂയിലും നന്നായിട്ട് വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ EPSലുണ്ടായ വർധനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ ഓവറോൾ വാല്യുവേഷൻ ഇപ്പോൾ ഓക്കെയാണ്. ആക്ച്വലി ഇത് ഒരു ഫെയർ വാല്യൂഡ് ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. 14 എന്ന് പറയുന്നത്
ഒരു ഫെയർലി പ്രൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുക. കാരണം ഇതിൻ്റെ ഏർണിങ്സ് പെർ ഷെയർ ഗ്രോത്ത് നമുക്ക് നിരീക്ഷിച്ചാൽ അത് മനസ്സിലാവും. ഇനി ഇതിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ 0.17% മാത്രമാണ്. നമുക്കറിയാം PSU കമ്പനികൾ പൊതുവെ ഹൈ ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികളാണ്. ഇതിൻ്റെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 2.36 മാത്രമാണ്. ആവറേജ് ഡിവിഡൻഡ് പേ ഔട്ട് കഴിഞ്ഞ് 3 വർഷത്തെ എടുക്കുകയാണെങ്കിൽ 1.94 മാത്രമാണ്. അപ്പോൾ ഇത് വളരെയധികം നോട്ട് ചെയ്യേണ്ട ഒരു ഘടകമാണ്. കാരണം PSU കമ്പനികളുടെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അവർ കൊടുക്കുന്ന ഹൈ ഡിവിഡൻഡാണ്. അപ്പോൾ ഇവിടെ അത് വളരെ കുറവായിട്ടാണ് കാണാൻ കഴിയുന്നത്. അത് നമ്മൾ പ്രത്യേകം ഈ സ്റ്റോക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി കമ്പനിയുടെ കടം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഇവിടെ 0.32 മാത്രമാണ്. ഇപ്പോൾ ഒരു ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവരുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ബോറോയിങ്സ് നമ്മൾ പരിശോധിച്ചാൽ അത് ക്രമാനുഗതമായിട്ട് കുറഞ്ഞു വരുന്നത് കാണാം. 7000 കോടിയൊക്കെ 2015 ഉണ്ടായിരുന്ന ആ ബോറോയിങ്സ് ഇപ്പോൾ കുറഞ്ഞു വന്ന് 2000 കോടിയിലേക്ക് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം ഏതൊരു കമ്പനിയും അതിൻ്റെ ബോറോയിങ്സ് കുറച്ചു കൊണ്ടുവരിക എന്നുള്ളത് അതിൻ്റെ അർത്ഥം അവർ നന്നായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നും അത് മൂലം ഇവരുടെ റീപേയ്മെൻറ്റ് നടക്കുന്നുണ്ടെന്നും അങ്ങനെ കമ്പനി സീറോ ഡെപ്റ്റിലേക്ക് കുതിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഈ കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് നോക്കിയാൽ കോവിഡിന് ശേഷം അത് കോൺസ്റ്റൻ്റായി വളരുന്നത് കാണാം. കോവിഡിൻ്റെ ആ ഒരു ഡിപ്പിലുണ്ടായിട്ടുള്ള ചെറിയൊരു തകർച്ച മാത്രമേ അവിടെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ 4000-ൽ നിന്നും 6000 കോടിയിലേക്ക് ഈ പറയുന്ന ഈ റവന്യൂ ഗ്രോത്ത് അഥവാ സെയിൽസ് ഗ്രോത്ത് കൂടിയതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി പ്രോഫിറ്റ് ആണെങ്കിൽ 2019 63 കോടിയുടെ നഷ്ടം രേഖപ്പെടുത്തിയ കമ്പനി ഇപ്പോൾ 2020 മുതൽ കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഫൈനാൻഷ്യൽ ഇയറിൽ 870 കോടിയായിട്ട് പ്രോഫിറ്റ് വളർന്നത് കാണാം. അപ്പോൾ പ്രോഫിറ്റ് ഗ്രോത്തിൽ കമ്പനി നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ 63.75% ഗവൺമെൻറ്റാണ് ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു PSU കമ്പനിയാണല്ലോ ഇത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 63.75 പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്നാണ് ഗവൺമെൻറ്റിൻ്റെയാണ്. പിന്നെയുള്ളത് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 3% സ്റ്റേക്ക് കാണുന്നുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ആ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൽ തന്നെ പ്രധാനമായിട്ട് ഹോൾഡ് ചെയ്യുന്നത് LIC ആണ്. അതുകൂടാതെ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിനും കാര്യമായ ഹോൾഡിംഗ് ഉണ്ട്. നമുക്കറിയാം ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത ഹൈലി റിസ്കി ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ബൈയും സെല്ലിംഗ് ഒക്കെ നടത്തുന്ന ഒരു സ്ട്രാറ്റജിയാണ് പൊതുവെ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിൽ കാണാൻ കഴിയുക. അതിൻ്റെ ഭാഗമായിട്ടാകാം അവർ ഈ ഒരേ ഒരു മ്യൂച്വൽ ഫണ്ട് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത് ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടാണ്. ഇനി ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഷെയർ പ്രൈസിൽ കാണുന്ന ഈ റാലിക്ക് പ്രധാനമായി 2 കാരണങ്ങളുണ്ട്. ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏർണിങ്സ് ഗ്രോത്ത് തന്നെയാണ് ഒന്നാമത്തെ കാരണം. നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കമ്പനി ഉണ്ടാക്കുന്നുണ്ട്. മറ്റൊരു കാരണം ഇതിൻ്റെ ഒരു ഡീമർജർ ആണ്. ഇപ്പോൾ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കോർ അസറ്റുകൾ പ്രധാനപ്പെട്ട അസറ്റുകളും നോൺ കോർ അസറ്റുകളും തമ്മിൽ ഒരു ഡീമേർജ് ഓൾറെഡി കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനെ 2 കമ്പനികളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലാൻഡ് ആൻഡ് അസറ്റ്സും എന്ന് പറഞ്ഞുകൊണ്ട് 2 കമ്പനികളാണ് ഈ ഡീമർജറിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി 1 വർഷം മുമ്പ് ഇത് പ്രഖ്യാപിച്ചതാണ്. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ പ്രത്യേകിച്ച് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഒരു തുക ഇതിന് വേണ്ടി വരുന്നത് കൊണ്ട് ഇതിൻ്റെ ആ ഒരു ഡീമർജർ ലിസ്റ്റിംഗ് കൃത്യമായിട്ട് നടന്നിട്ടില്ല. അപ്പോൾ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലാൻഡ് ആൻഡ് അസറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ലിസ്റ്റ് ചെയ്യേണ്ടത് ഇതുവരെ അത് ലിസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ റെക്കോർഡ് ഡേറ്റും മറ്റൊക്കെ ഓൾറെഡി മുമ്പേ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ പുതുതായിട്ട് എൻ്റർ ചെയ്യുന്നവർക്ക് സ്വാഭാവികമായിട്ടും ആ സ്റ്റോക്ക് കിട്ടില്ല. 1:1 എന്നുള്ള ഡീമർജറായിരുന്നു കമ്പനി പ്രഖ്യാപിച്ചത്. അപ്പോൾ റെക്കോർഡ് ഡേറ്റും ഓൾറെഡി മുമ്പേ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഇതുവരെ അതിൻ്റെ പ്രോസസ്സിങ് നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇഷ്യൂവിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഈ സർക്കാർ ക്യാബിനറ്റ് കൂടിക്കൊണ്ട് ആ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കി കൊടുക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനി ഉടൻ തന്നെ ഡീമേർജ് നടക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ ഡീമേർജ് നടത്തുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ പ്രൈവറ്റൈസ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിലുള്ള സർക്കാർ ഹോൾഡിംഗ് പൂർണ്ണമായിട്ടും വിറ്റഴിക്കാനുള്ള പരിപാടിയാണ് സർക്കാരിനുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ അസറ്റ് ഫിക്സഡ് അസറ്റ് പോലെയുള്ള സ്ഥാവര ജംഗമ സ്വത്തുക്കളൊക്കെ മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് 2ആയിട്ട് ഡീമേർജ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ഡീമേർജിങ് ലിസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈവറ്റൈസേഷൻ ത്വരിതഗതിയിലാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ ഈ സ്റ്റോക്കിൽ
ആ പ്രൈവറ്റൈസ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ പൊതുവെ ഇൻവെസ്റ്റേഴ്സിന് നല്ല താല്പര്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റാലി കൂടി ആയിരിക്കാം ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇതിൻ്റെ ടെക്നിക്കൽ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹൈ വോളിയം സപ്പോർട്ടോട് കൂടിയ ഒരു മൾട്ടി ഇയർ ബ്രേക്കൗട്ടാണ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണുന്നത്. അപ്പോൾ അപ്വേർഡ് മൂവ് അതിവേഗതയിലാണ് കാണുന്നത്. RSI സൂചിപ്പിക്കുന്നത് സ്റ്റോക്ക് ഇപ്പോൾ ഓവർബോട്ട് സോണിലാണ് എന്നാണ്. അപ്പോൾ ഒരു കറക്ഷൻ വന്നാൽ അതിൻ്റെ നിയറസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 207, 210 ലെവലാണ്. അപ്പോൾ ഇതുപോലെ അണ്ടർ വാല്യൂഡായി കിടന്ന പല സ്മോൾ മിഡ് ക്യാപ്പ് ഈ PSU സ്റ്റോക്കുകളും ഈ അടുത്ത കാലത്ത് വൻതോതിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റോക്കുകളായാലും അതുപോലെ PFC, റെക്ക് പോലെയുള്ള കമ്പനികളായാലും പല ഡിഫൻസ് സ്റ്റോക്കുകളായാലും ലോ PE ചെയ്ത പല ഫൈനാൻസ് സ്റ്റോക്കുകളും ഒക്കെ വൻതോതിൽ മുന്നേറിയിരുന്നു. അതിൻ്റെയൊക്കെ PE 20, 30, 40 PEയിലൊക്കെ എത്തിയതായി കാണാം. 10-ൽ താഴെ PE ട്രേഡ് ചെയ്ത കമ്പനികളായിരുന്നു അവയൊക്കെ. അപ്പോൾ ഇതേപോലുള്ള ഒരു കമ്പനിയായിരുന്നു ഈ പറയുന്ന ഷിപ്പിംഗ് കോർപ്പറേഷൻ. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ PE 14 മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 20 PEയിൽ ഈ സ്റ്റോക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അത് ഒരു ഷോർട്ട് ടേം മൂവ്മെൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ അത് അവിടെ നിന്ന് തിരിച്ചു വന്നേക്കാം. പക്ഷെ ആ ഒരു ഷോർട്ട് ടേം മൂവ്മെൻറ്റിൻ്റെ ഒരു ബെനിഫിറ്റ് എടുക്കുക എന്നുള്ളതാണ് ഈ സ്റ്റോക്കിൽ പൊതുവെ ഇൻവെസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഒരു 380 എന്നുള്ള ടാർഗറ്റ് പ്രൈസാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ 380 ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ്. ഇനി PE റേഷ്യോ 30-ൽ 40 ഒക്കെ എത്തുകയാണെങ്കിൽ 500 മേലെയും 700 മേലെയൊക്കെ സ്റ്റോക്ക് പോയേക്കാം. അപ്പോൾ ഈ കമ്മിങ് ലോക്സഭാ ഇലക്ഷൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുവരെ ഈ സ്റ്റോക്കിൽ ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാമെന്നാണ് മനസ്സിലാക്കാൻ. ഈ മൊമെൻറ്റം ചിലപ്പോൾ നിലനിന്നേക്കാം. എന്നാൽ 210-ൽ താഴെ ഈ സ്റ്റോക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും അതൊരു എക്സിറ്റ് പോയിൻ്റ് ആയിരിക്കും. അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ നിർബന്ധമായിട്ടും വെക്കേണ്ടതുണ്ട്. കാരണം ഒരു ഷോർട്ട് ടേം എൻട്രിയാണ് ഈ സ്റ്റോക്കിൽ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വരുന്ന ഫെബ്രുവരി 9-ാം തീയതി, അതായത് 2 ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ Q3 റിസൾട്ട് വരും. ആ റിസൾട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതുവരെ കാണിച്ച ആ റിസൾട്ടിൻ്റെ ഒരു മൊമെൻറ്റം ഇത് സൂക്ഷിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ Q3 റിസൾട്ടുകൾ കൂടി ഒന്ന് പരിശോധിക്കേണ്ടത്. അപ്പോൾ അതിനുശേഷം ഈ സ്റ്റോക്കിൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും കൂടുതൽ ഗുണകരമാകുക എന്ന് തോന്നുന്നു. അപ്പോൾ ഈ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായും നല്ലൊരു മൊമെൻറ്റം ഈ സ്റ്റോക്കിലുണ്ടാവും. ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ ഈ സ്റ്റോക്ക് ഇന്ന് തന്നെ 4% ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഷിപ്പിംഗ് കോർപ്പറേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇതൊരു സെൽ ഓർ ബൈ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് നടത്തിക്കൊണ്ട് മാത്രം ഇത്തരം സ്റ്റോക്കുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. ഇതൊരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഈ കാര്യങ്ങൾ പങ്കുവെച്ചെന്ന് മാത്രം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.